നിലമ്പൂരിലെ വിജയത്തോടെ മതിമറന്നിരിക്കുകയാണ് കോൺഗ്രസ്. മതിമറന്ന് പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ്. നിലമ്പൂരിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് കോൺഗ്രസ് കരുതുന്നു. ഇതോടുകൂടി ചില എം പിമാർക്ക് മനസ്സ് ഇളകി തുടങ്ങി. കോൺഗ്രസിലെ 5 പ്രമുഖ എം പിമാർ മന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആ 5 എം പിമാർ ഇവരാണ്. വളരെ രസകരമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹൈക്കമാൻഡ് പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് ജയിച്ചു പോയ എം പിമാരാരും കേരളത്തിലെ നിയമസഭയിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ്. AICCയും അത് തന്നെ പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ ചുരുട്ടിക്കൂട്ടി കളഞ്ഞിരിക്കുന്നു ഈ എം പിമാർ. അതിൽ ഒന്നാമതായി നിൽക്കുന്നത് ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധിയാണ്. പത്തനംതിട്ടയിൽ കരുത്തനാണ്. അദ്ദേഹം മത്സരിച്ചു കഴിഞ്ഞാൽ ഈഴവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. ഫണ്ടിങ്ങിനും ഒട്ടും കുറവ് വരുത്തുന്നില്ല അദ്ദേഹം. എന്തായാലും അടൂർ പ്രകാശ് ഉടുപ്പും തച്ച് ഇരിപ്പാണ്. മറ്റൊന്ന് NK പ്രേമചന്ദ്രനാണ്. RSPയുടെ ഏക കനൽത്തരി. ഇന്ത്യയിലെ തന്നെ മികച്ച എം പിയാണ് NK പ്രേമചന്ദ്രൻ. പക്ഷേ കേരളത്തിൽ RSP വട്ടപൂജ്യമാണ്. ഇന്ത്യയിലെ തന്നെ ഏക RSP എം പിയാണ് NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രനെ ചവറയിൽ മത്സരിപ്പിക്കണമെന്നും കൊല്ലത്ത് മത്സരിപ്പിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് RSPക്കും പ്രേമചന്ദ്രനും. മുമ്പ് VS സർക്കാരിൻ്റെ കാലത്ത് ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. മറ്റൊരാൾ നമ്മുടെ ഹൈബി ഈഡനാണ്. എറണാകുളം എം പി. ലാറ്റിൻ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയായ ഹൈബി ഈഡൻ തന്നെ മന്ത്രിയാക്കണമെന്ന് ഹൈബി ഈഡൻ താൻ മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. താൻ മന്ത്രിയായാൽ ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ വോട്ടുകൾ ക്രോഡീകരിക്കാൻ കഴിയുമെന്നാണ് ഹൈബി ഈഡൻ്റെ അവകാശവാദം. എന്തായാലും ഹൈബി ഈഡനും അങ്ങനെ ഉടുപ്പും തച്ച് ഇരിപ്പാണ്. മറ്റൊരാൾ VK ശ്രീകണ്ഠനാണ്. പാലക്കാട് എം പിയായ VK ശ്രീകണ്ഠൻ. ഇടതുകോട്ടയായ പാലക്കാട് നിന്ന് 2 പ്രാവശ്യമാണ് അദ്ദേഹം എം പിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്തായാലും VK ശ്രീകണ്ഠൻ മുൻ DCC അധ്യക്ഷൻ കൂടിയാണ് പാലക്കാട്ടെ. VK ശ്രീകണ്ഠനും താല്പര്യമുണ്ട് മന്ത്രിയാകാൻ. മറ്റൊരാൾ ഷാഫി പറമ്പിലാണ്. വടകര എം പിയായ ഷാഫി പറമ്പിൽ. പാർട്ടി പറഞ്ഞതനുസരിച്ച് പാലക്കാട്ട് നിന്ന് വടകര പോയി ശൈലജ ടീച്ചറെ തോൽപ്പിച്ച് സൂപ്പർ സ്റ്റാറായി മാറിയ ഷാഫി പറമ്പിലും എം പി ആകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ കണ്ണും നട്ട് ഇരിപ്പാണ്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് ഐക്യത്തിൽ പോകും എന്ന് കരുതിയവർക്ക് തിരിച്ചടിയാണ് ഈ 5 എം പിമാരുടെ മനംമാറ്റം. എം പി ആയിരുന്നിട്ട് വലിയ പ്രയോജനമില്ലല്ലോ, മന്ത്രിയായാലല്ലേ ഗ്ലാമറുള്ളൂ. UDF അധികാരത്തിൽ വന്നാൽ ഇവർ 5 പേരും മന്ത്രിമാരാകാൻ കിടന്നു തള്ളും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ UDFൽ വേറെയുണ്ട്. ഈ 5 പേരും കൂടെ ഇടിച്ചു കഴിഞ്ഞാൽ K മുരളീധരൻ എന്ത് ചെയ്യും? ആ ചോദ്യം ബാക്കി. രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ എന്ത് ചെയ്യും? ആ ചോദ്യവും ബാക്കി. അതിനിടയിൽ സ്വയം മുഖ്യമന്ത്രിയായി അവരോധിച്ചുകൊണ്ട് ശശി തരൂറും വന്നിരിക്കുന്നു. ഒരു PR ടീമിനെ ഉണ്ടാക്കി ഒരു സർവേ നടത്തി, എന്തോ വോട്ട് വെബ് എന്ന പേരിൽ ഒരു ദേശീയ സർവേ നടത്തിക്കൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നത് താനാണെന്ന് ശശി തരൂർ സ്വയം പറഞ്ഞുകൊണ്ട് അങ്ങനെ തെക്കും വടക്കും നടക്കുന്നു. എന്തായാലും ശശി തരൂറിനെ വൈകാതെ തന്നെ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കും എന്നത് ഏകദേശം ഉറപ്പാണ്. ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് ആകട്ടെ തികഞ്ഞ അസംതൃപ്തനാണ്. ആറ്റിങ്ങലിൽ പോയി നിന്ന് അദ്ദേഹം വിജയിച്ചു കയറി. 2 പ്രാവശ്യമാണ് അദ്ദേഹം ആറ്റിങ്ങലിൽ നിന്ന് വിജയിച്ചത്. പക്ഷേ MP സ്ഥാനം കൊണ്ട് അദ്ദേഹം അടങ്ങുന്നില്ല. അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്. ബിസിനസ്സുകാരനാണ് അടൂർ പ്രകാശ്. രാഷ്ട്രീയക്കാരനും ബിസിനസ്സുകാരനും കൂടിയാണ് അടൂർ പ്രകാശ്. അതുകൊണ്ട് തന്നെ ബിസിനസ് തന്ത്രങ്ങൾ അദ്ദേഹത്തിന് നന്നായി അറിയാം. RSP ആകട്ടെ പ്രേമേന്ദ്രൻ സ്ഥിരമായി ജയിക്കുന്നതിൽ അസ്വസ്ഥതയുള്ള ഒരു വിഭാഗമാണ്. പ്രേമേന്ദ്രൻ സ്ഥിരമായി ജയിച്ച് MP ആകുന്നു. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനു പകരം MP സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഷിബു ബേബി ജോൺ തയ്യാറുമാണ്. കൊല്ലം MP സ്ഥാനത്ത് മത്സരിക്കാൻ വേണ്ടി ഷിബു ബേബി ജോൺ തയ്യാറുമാണ്. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും വന്നിരിക്കുന്നു. ഹൈബി ഈഡനും ആഗ്രഹം വന്നിരിക്കുന്നു. VK ശ്രീകണ്ഠനും ആഗ്രഹം വന്നിരിക്കുന്നു. ഷാഫി പറമ്പിൽ ഉറപ്പായും മന്ത്രിയാകണമെന്ന്
ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഷാഫി പറമ്പിലിനെ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് മത്സരിക്കാൻ ഇറങ്ങിയാൽ അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ കോൺഗ്രസിനാവില്ല. കാരണം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം. കോൺഗ്രസിലെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മുഖമാണ് ഷാഫി പറമ്പിൽ. ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ഹൈക്കമാൻഡും AICCയും പറഞ്ഞത് ജയിച്ചു പോയ MP-മാരാരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നാണ്. പക്ഷേ ഹൈക്കമാൻഡിനും AICCക്കും ഒക്കെ പുല്ല് വിലയാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ, അത് ഈ ഇരുത്തം വന്ന കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. വലിയ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന്, വലിയ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു. 100 സീറ്റെങ്കിലും നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് കരുതുന്നു. നിലമ്പൂർ ജയം അതിൻ്റെ മുന്നോടിയാണെന്ന് കരുതുന്നു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അറിയാം കോൺഗ്രസിൻ്റെ യഥാർത്ഥ ശക്തി. എന്തായാലും ഈ 5 പേർ വളരെ കാര്യക്ഷമതയോടുകൂടി അങ്ങനെ നിൽക്കുകയാണ് മന്ത്രിമാരാകാൻ. ഈ 5 പേർക്ക് എവിടെയാണ് കോൺഗ്രസിൽ സ്പേസ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനും വലിയ പ്രസക്തിയുണ്ട്. കാരണം ഒരുപാട് പേർ മന്ത്രിമോഹികളായി നിൽപ്പുണ്ട്. തെക്കും വടക്കും എല്ലാം ഒരുപാട് പേർ. രാജ്മോഹൻ ഉണ്ണിത്താനും ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹം തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ആഗ്രഹത്തിന് ഒരു കുറവുമില്ല. ഇങ്ങ് തെക്കാണെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദ് കുറേ കാലമായി കോൺഗ്രസിൻ്റെ കതറുമിട്ട് പണ്ട് കിട്ടിയ വെട്ടിൻ്റെയും കുത്തിൻ്റെയും കഥ പറഞ്ഞ് നടക്കുന്നു. ഒരു രക്ഷയുമില്ല മന്ത്രിയാകാൻ. ഇങ്ങനെ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ കൂടാരമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ്. മുസ്ലിം ലീഗ് മാത്രമാണ് കേഡർ സ്വഭാവത്തിൽ ഇപ്പോൾ പോകുന്നത്. മുസ്ലിം ലീഗ് അവർ തങ്ങൾ പറയുന്നതനുസരിച്ച് തന്നെ പ്രവർത്തിക്കും, അതവരുടെ രീതിയാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ തനിക്കുണം കാണിച്ച് തുടങ്ങിയിരിക്കുന്നു. ഈ കോൺഗ്രസ് MP-മാരാരും മനസ്സോടെയാണ് MP-മാരായത്. കാരണം ഇനി കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ തങ്ങൾ മന്ത്രിമാരാകില്ല എന്ന ഒരു വിഷമം അവർക്കുണ്ട്. ആ വിഷമമൊക്കെ ഇപ്പോൾ മാറ്റി അവർ അരയും തലയും മുറക്കി ഇറങ്ങിയിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പുകൾ, ഇവന്റ് മാനേജ്മെന്റ് പോലെ തങ്ങൾക്ക് വേണ്ടി അവർ ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നന്നാവില്ല എന്നുള്ളത് ഉറപ്പാണ്. പാവം നമ്മുടെ K. സുധാകരൻ കോൺഗ്രസിനെ ഒരു സെമി കേഡർ പാർട്ടിയെങ്കിലും ആക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി. ഇപ്പോൾ കണ്ണൂരിൽ തന്നെ അദ്ദേഹത്തിനെതിരെ കലാപം നടക്കുന്നു. അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവരും അദ്ദേഹത്തിനെ എതിർക്കുന്നവരും 2 സൈഡായി നിന്ന് പരസ്പരം ഏറ്റുമുട്ടുകയാണ്. വല്ലാത്തൊരു ഗതികേടിലാണ് കോൺഗ്രസ്. ഗതികേടിൻ്റെ പുരാണമാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. കുടുംബപുരാണം പോലെ, കുടുംബത്തിലെ അന്തഛിദ്രം പോലെ, ഗതികെട്ട ഒരു കുടുംബത്തിലെ അന്തഛിദ്രം പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. പണ്ട് AK ആൻ്റണിയും കരുണാകരനും ഒക്കെ പറഞ്ഞിരുന്നു ഗ്രൂപ്പുകളാണ് കോൺഗ്രസിനെ വളർത്തുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ഗ്രൂപ്പുകളല്ല, ഓരോ വ്യക്തികളാണ് കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി നിൽക്കുന്നത്. ആ വ്യക്തികൾ വളർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ കോൺഗ്രസ് തളരുകയാണ് എന്ന സത്യം തിരിച്ചറിയുന്നില്ല. എന്തായാലും അടൂർ പ്രകാശും NK പ്രേമേന്ദ്രനും ഹൈബി ഈഡനും BK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഒക്കെ മന്ത്രിമാരായി മാറുമോ എന്നൊക്കെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. UDF ജയിക്കുമെങ്കിൽ തമ്മിലടി ഉറപ്പ്. എന്തെങ്കിലും കാരണവശാൽ ജയിക്കാനുള്ള സാധ്യത, UDF വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇവരെല്ലാം കൂടെ കൂട്ടത്തോടെ അടി തുടങ്ങും. കോൺഗ്രസിൽ കൂട്ടയടിയുടെ തുടക്കമായി ഇപ്പോൾ.